ഞാനും ചാക്കോച്ചനും പല സമയത്തും പറയുന്നൊരു തമാശയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമ ട്രാഫിക്കാണ്. അപ്പൊ അന്ന് ശ്രീനേട്ടൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവർ ഒന്നുമല്ല. പക്ഷെ ആ സിനിമയിൽ 120 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അത് ആ സിനിമയെ പറ്റി പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞത് 3 പേരാണ് ആ ട്രാഫിക്കിൽ ആ വണ്ടി ഓടിച്ചത്. ഒന്ന് ചാക്കോച്ചൻ, ഒന്ന് ആസിഫ് അലി, പിന്നെ ദൈവം. ഞാൻ ആ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പൊ അത്രയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ചെറിയ ഞെട്ടലുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ, ഇപ്പം ഹണിബി 2 വരെയുള്ള സിനിമകൾ അഭിനയിക്കുമ്പോഴും ഓരോ ഷോട്ടിന്റെ ഇടയിലും അദ്ദേഹത്തിന്റെ കൂടെ കിട്ടുന്ന സമയത്ത് പല പഴയ കഥകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്നും ഓർത്തിരിക്കുന്നതാണ്. അപ്പം മിസ് ചെയ്യും എപ്പോഴും ഇനി അങ്ങോട്ടുള്ള സിനിമാ യാത്രയിൽ. ഒരുമിച്ച് അഭിനയിച്ചതിനപ്പുറത്തേക്ക് ഗൈഡ് ചെയ്യുന്ന അങ്ങനെ ഒരു റോൾ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അത് ശ്രീനേട്ടനെ ഗൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ശ്രീനേട്ടനെ കണ്ടു, പരിചയപ്പെട്ടു, അദ്ദേഹവുമായി അടുത്തു. അതിനിടയിൽ എപ്പോഴും വിനീതും ധ്യാനുമായിട്ട് അടുത്തു. അപ്പോൾ ആ ബന്ധം കുറെ കൂടെ എന്താ പറയുക, കുറെ കൂടെ പേഴ്സണലായി. അതിനുശേഷം ഇപ്പം ധ്യാന്റെ മകളും എന്റെ മകളും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ പല സമയത്തും അവര് ഈ വീക്കെൻഡ്സും അവര് ട്രിവാൻഡ്രത്തുനിന്ന് തൃപ്പൂണിത്തുറ വീട്ടിൽ വരുമ്പോൾ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാനും പിക്കാനും ഒക്കെ ഞാനും അല്ലെങ്കിൽ വൈഫും ഒക്കെ പോവാറുണ്ട്. അപ്പൊ അത് വീണ്ടും സിനിമയേക്കാൾ കൂടുതൽ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധമായിട്ട് വളർന്നു. പിന്നെ ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അധികം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. അത് ആർക്കും വിഷമം ഉണ്ടാവില്ല, എന്നാൽ കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ന് പറയുമല്ലോ. അപ്പൊ അത് കൃത്യമായിട്ടുണ്ട്. അത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എപ്പോഴും അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സിനിമകൾ അറിയാം നമുക്ക്. ശ്രീനേട്ടന്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും ഒരു സ്ക്രിപ്റ്റിൽ അദ്ദേഹം പറയുന്ന ചില കുഞ്ഞി അഭിപ്രായങ്ങൾ മുതൽ ഇപ്പൊ ഞങ്ങൾ ഉന്നം എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിബിസാറും ശ്രീനിയേട്ടനുമായിട്ടുള്ള സീൻ ഡിസ്കഷന്റെ ഇടയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പഠിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ആർക്കും അതൊരു ക്ലാസ് ആണ്. അപ്പം സിനിമയിൽ അങ്ങനെയും കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. താങ്ക് യു. ആസിഫ് അലിയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ അനുസ്മരിച്ചത്. ധാരാളം ആളുകളാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്. വെള്ളിത്തിരയിലെ സാധാരണക്കാരൻ ശ്രീനിവാസൻ എന്ന വിസ്മയം. പ്രിയപ്പെട്ട ശ്രീനിവാസൻ, നിങ്ങൾ ഓർമ്മയാകുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ദാസുനെയും വിജയനെയും ഒട്ടനവധി കഥാപാത്രമൂല്യമുള്ള കഥാപാത്രങ്ങളെയും സാധാരണക്കാരൻ്റെ നേരിനൊപ്പം നിന്നുകൊണ്ടുള്ള പ്രമേയങ്ങൾ എഴുതിയ നിങ്ങളുടെ തിരക്കഥയും മലയാളി ഉള്ളിടത്തോളം കാലം ചരിത്രത്തിൽ എന്നും അത് ഓർമ്മിക്കപ്പെടും. മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും കാപട്യങ്ങളെയും പരിഹാസത്തിൻ്റെ മൂർച്ചയുള്ള വാക്കുകളാൽ വെള്ളിത്തിരയിൽ വരച്ചിട്ട അതുല്യ പ്രതിഭയാണ്